ശാന്തി 19/9/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ ജോലിയാണ് സ്വയം തന്നോട് സംസാരിച്ച് പാവനമാവുക എന്നത്. മറ്റ് ആത്മാക്കളുടെ ചിന്തനത്തിൽ തൻ്റെ ടൈം വേസ്റ്റ് ചെയ്യാതിരിക്കൂ. ചോദ്യം: ഏതൊരു കാര്യം ബുദ്ധിയിൽ വന്നുവെങ്കിൽ പഴയ എല്ലാ ശീലങ്ങളും ഒഴിവായിക്കൊള്ളും? ഉത്തരം: നമ്മൾ പരിധിയില്ലാത്ത ബാബയുടെ സന്താനമാണ്. അപ്പോൾ വിശ്വത്തിൻ്റെ അധികാരിയായി നമുക്ക് ദേവത ആകേണ്ടതുണ്ട്. ഈ കാര്യം ബുദ്ധിയിൽ വന്നുവെങ്കിൽ പഴയ എല്ലാ ശീലങ്ങളും വിട്ടുപോകും. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സ്വയമേ ഉപേക്ഷിക്കും. തലകീഴായ ആഹാരപാനീയങ്ങൾ, മദ്യം തുടങ്ങിയവ സ്വയമേ തന്നെ ഉപേക്ഷിക്കും. ഇങ്ങനെ പറയും, ആഹാ, നമുക്ക് ഈ ലക്ഷ്മി നാരായണൻ ആകണം. 21 ജന്മങ്ങളിലേക്കുള്ള രാജ്യഭാഗ്യമാണ് ലഭിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ട് പവിത്രമായി ഇരിക്കില്ല? ഓം ശാന്തി. ബാബ അടിക്കടി കുട്ടികൾക്ക് അറ്റൻഷൻ വരുത്തുന്നു. ബാബയുടെ ഓർമ്മയിൽ ഇരിക്കുകയാണോ? ബുദ്ധി മറ്റ് ഏതെങ്കിലും ഭാഗത്ത് ഓടിപ്പോകുന്നില്ലല്ലോ. ബാബയെ വിളിക്കുന്നത് തന്നെ ബാബ വന്ന് നമ്മളെ പാവനമാക്കൂ എന്നതിന് വേണ്ടിയാണ്. പാവനം തീർച്ചയായും ആകണം. നോളജും നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ഈ സൃഷ്ടിയുടെ ചക്രം എങ്ങനെ തിരിയുന്നു? ആർക്കെങ്കിലും നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുകയാണെങ്കിൽ ഉടൻ മനസ്സിലാക്കും. പവിത്രമല്ലെങ്കിൽ കൂടി നോളജ് പഠിക്കുക തന്നെ ചെയ്യും. വലിയ കാര്യമൊന്നുമല്ല. 84ൻ്റെ ചക്രം. ഓരോ യുഗത്തിൻ്റെ ആയുസ് ഇത്രയാണ്. ഇത്രയും ജന്മങ്ങളുണ്ട്. എത്ര സഹജമാണ്. ഇതിന് കണക്ഷൻ ഓർമ്മയുമായല്ല, ഇത് പഠനമാണ്. ബാബയാണെങ്കിൽ യഥാർത്ഥമായ കാര്യം മനസ്സിലാക്കിച്ചു തരുന്നു. പിന്നെ കാര്യം സദോ പ്രധാനമാകുന്നതിൻ്റെതാണ്. അതാകുന്നത് ഓർമ്മയിലൂടെയാണ്. അഥവാ ഓർമ്മിക്കുകയില്ലെങ്കിൽ വളരെ ചെറിയ പദവിയായിരിക്കും നേടുന്നത്. ഇത്രയും ഉയർന്ന പദവി നേടാൻ സാധിക്കില്ല. അതിനാൽ പറയുന്നു, അറ്റൻഷൻ. ബുദ്ധിയുടെ യോഗം ബാബയുടെ കൂടെ ആയിരിക്കണം. ഇതിനെ തന്നെയാണ് പ്രാചീന യോഗം എന്ന് പറയുന്നത്. ടീച്ചറിനോടൊപ്പം ഓരോരുത്തർക്കും യോഗം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. മുഖ്യമായ കാര്യം ഓർമ്മയുടേതാണ്. ഓർമ്മയുടെ യാത്രയിലൂടെ തന്നെയാണ് സദോ പ്രധാനമാകേണ്ടത്. സദോ പ്രധാനമായി തിരികെ വീട്ടിലേക്ക് പോകേണ്ടതുമുണ്ട്. പിന്നെ പഠനമാണെങ്കിൽ തീർത്തും സഹജമാണ്. ഒരു കുട്ടിക്ക് പോലും മനസ്സിലാക്കാൻ സാധിക്കും. മായയുടെ യുദ്ധം ഈ ഓർമ്മയിൽ തന്നെയാണ് നടക്കുന്നത്. നിങ്ങൾ ബാബയെ ഓർമ്മിക്കുന്നു, മായ പിന്നെ അതിൻ്റെ നേർക്ക് വലിച്ച് മറപ്പിക്കുന്നു. എന്നിൽ ശിവ് ബാബ ഇരിക്കുകയാണ്, ഞാൻ ശിവനാണ് എന്നൊന്നും പറയുകയില്ല. അങ്ങനെയല്ല, ഞാൻ ആത്മാവാണ്. ശിവ് ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. എൻ്റെ ഉള്ളിൽ ശിവൻ്റെ പ്രവേശനമുണ്ട് എന്നൊന്നുമല്ല. അങ്ങനെയല്ല, അങ്ങനെ ഉണ്ടാവുക സാധ്യമല്ല. ബാബ പറയുന്നു, ഞാൻ ആരിലേക്ക് പോകുന്നില്ല. ഞാൻ ഈ രഥത്തിൽ സവാരി ചെയ്തു തന്നെയാണ് കുട്ടികളായി നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നത്. പിന്നെ ആരെങ്കിലും ഡൾ ബുദ്ധിയുള്ള കുട്ടിയാണെന്നിരിക്കട്ടെ, ഏതെങ്കിലും നല്ല ജിജ്ഞാസ വരികയാണെങ്കിൽ അവരുടെ സേവനാർത്ഥം എനിക്ക് പ്രവേശിച്ച് ദൃഷ്ടി നൽകാൻ സാധിക്കും. സദാ ഇരിക്കുക സാധ്യമല്ല. ബഹുരൂപം ധാരണ ചെയ്ത് ആരുടെയും മംഗളം ചെയ്യാൻ സാധിക്കും. പിന്നെ എന്നിൽ ശിവ് ബാബ പ്രവേശിച്ചിരിക്കുന്നു, എന്നോട് ശിവ് ബാബ ഇത് പറയുന്നു എന്നൊന്നും ആർക്കും പറയാൻ സാധിക്കില്ല. അങ്ങനെയല്ല. ശിവ് ബാബ കുട്ടികൾക്ക് തന്നെയാണ് മനസ്സിലാക്കിച്ചു തരുന്നത്. മുഖ്യമായ കാര്യം തന്നെ പാവനമാകുന്നതിൻ്റെതാണ്. അതിലൂടെ പിന്നെ പാവന ലോകത്തിലേക്ക് പോകാൻ സാധിക്കും. 84ൻ്റെ ചക്രം വളരെ സഹജമായി മനസ്സിലാക്കിച്ചു തരുന്നു. ചിത്രം മുന്നിൽ വച്ചിട്ടുണ്ട്. ബാബയ്ക്കല്ലാതെ ഇത്രയും ജ്ഞാനം ആർക്കും നൽകാൻ സാധിക്കില്ല. ആത്മാവിനെ തന്നെയാണ് നോളജ് ലഭിക്കുന്നത്. അതിനെ തന്നെയാണ് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം എന്ന് പറയുന്നത്.
ആത്മാവിന് തന്നെയാണ് സുഖവും ദുഃഖവും ഉണ്ടാകുന്നത്. അതിന് ഈ ശരീരമുണ്ടല്ലോ. ആത്മാവ് തന്നെയാണ് ദേവതയാകുന്നത്. ഒരു ബാരിസ്റ്ററോ ഒരു വ്യാപാരിയോ ആത്മാവ് തന്നെയാണ് ആകുന്നത്. ഇപ്പോൾ ആത്മാക്കളോട് ബാബ ഇരുന്ന് സംസാരിക്കുന്നു, തൻ്റെ തിരിച്ചറിവ് നൽകുന്നു. നിങ്ങൾ എപ്പോൾ ദേവതയായിരുന്നോ അപ്പോൾ മനുഷ്യർ തന്നെയായിരുന്നു, എന്നാൽ പവിത്ര ആത്മാക്കളായിരുന്നു. ഇപ്പോൾ നിങ്ങൾ പവിത്രമല്ല, അതിനാൽ നിങ്ങളെ ദേവത എന്ന് പറയാൻ സാധിക്കില്ല. ഇപ്പോൾ ദേവത ആകുന്നതിനു വേണ്ടി പവിത്രം തീർച്ചയായും ആകേണ്ടതുണ്ട്. അതിനുവേണ്ടി ബാബയെ ഓർമ്മിക്കേണ്ടതുണ്ട്. പൊതുവെ ഇങ്ങനെ പറയുന്നു, ബാബ എന്നിലൂടെ ഈ തെറ്റുണ്ടായി, ഞാൻ ദേഹാഭിമാനത്തിൽ വന്നുപോയി. ബാബ ഇരുന്ന് കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു, പാവനം തീർച്ചയായും ആകണം, ഒരു വികർമ്മവും ചെയ്യാതിരിക്കൂ. നിങ്ങൾക്ക് സർവഗുണ സമ്പന്നം ഇവിടെ ആകേണ്ടതുണ്ട്. പാവനമാകുന്നതിലൂടെ മുക്തിധാമത്തിലേക്ക് പോകും. മറ്റൊരു ചോദ്യവും ചോദിക്കേണ്ട ആവശ്യമേയില്ല. നിങ്ങൾ സ്വയം തന്നോട് സംസാരിക്കൂ, മറ്റ് ആത്മാക്കളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കൂ. യുദ്ധത്തിൽ 2 കോടി മരിച്ചു എന്ന് പറയുന്നു. ഇത്രയും ആത്മാക്കൾ എവിടെ പോയി? അവരെവിടെ പോയാലും അതിൽ നിങ്ങൾക്കെന്താണ്? നിങ്ങൾ എന്തിന് ടൈം വേസ്റ്റ് ചെയ്യുന്നു? മറ്റൊരു കാര്യവും ചോദിക്കേണ്ട ആവശ്യമേയില്ല. നിങ്ങളുടെ ജോലിയാണ് പാവനമായി പാവന ലോകത്തിൻ്റെ അധികാരിയാവുക എന്നത്. മറ്റ് കാര്യങ്ങളിൽ പോകുന്നതിലൂടെ കുഴങ്ങിപ്പോകും. ആർക്കെങ്കിലും പൂർണ്ണമായും ഉത്തരം ലഭിക്കുന്നില്ലെങ്കിൽ കുഴങ്ങിപ്പോകുന്നു. ബാബ പറയുന്നു, മന്മനാഭവ, ദേഹസഹിതം ദേഹത്തിൻ്റെ എല്ലാ സംബന്ധവും ഉപേക്ഷിക്കൂ. എൻ്റെ അടുത്തേക്ക് തന്നെയാണ് നിങ്ങൾക്ക് വരേണ്ടത്. മനുഷ്യൻ മരിക്കുമ്പോൾ ശ്മശാനത്തിൽ കൊണ്ടുപോകുന്നു. ആ സമയത്ത് മുഖം ഈ ഭാഗത്തും പാദം ശ്മശാനത്തിൻ്റെ നേർക്കും വയ്ക്കുന്നു. പിന്നെ എപ്പോഴാണോ ശ്മശാനത്തിൽ എത്തിച്ചേരുന്നത്, അപ്പോൾ പാദം ഈ ഭാഗത്തേക്കും മുഖം ശ്മശാനത്തിൻ്റെ നേർക്കും ആക്കുന്നു. നിങ്ങളുടെ വീടും മുകളിലാണ്. മുകളിലേക്ക് പതീതമായ ആർക്കും പോകാൻ സാധിക്കില്ല. പാവനമാകുന്നതിനു വേണ്ടി ബുദ്ധിയുടെ യോഗം ബാബയുമായി യോജിപ്പിക്കണം. ബാബയുടെ അടുക്കൽ മുക്തിധാമത്തിലേക്ക് പോകേണ്ടതുണ്ട്. പതീതമാണ്, അതിനാൽ വിളിക്കുന്നു, പതീതരായ നമ്മളെ വന്ന് പാവനമാക്കൂ, ലിബറേറ്റ് ചെയ്യൂ. അപ്പോൾ ബാബ പറയുന്നു, ഇപ്പോൾ പവിത്രമാകൂ. ബാബ ഏത് ഭാഷയിലാണോ മനസ്സിലാക്കിക്കുന്നത് അതിൽ തന്നെയായിരിക്കും കൽപ്പകൽപ്പങ്ങളിൽ മനസ്സിലാക്കിക്കുന്നത്. ഇദ്ദേഹത്തിൻ്റേത് ഏത് ഭാഷയായിരിക്കുമോ അതിൽ തന്നെയായിരിക്കും മനസ്സിലാക്കിക്കുന്നത്. ഇക്കാലത്ത് ഹിന്ദി വളരെയധികം ഉപയോഗിക്കപ്പെടുന്നു. ഭാഷ മാറ്റുവാൻ സാധിക്കും എന്നല്ല, അങ്ങനെയല്ല. സംസ്കൃത ഭാഷയും മറ്റും ദേവതമാരുടേതല്ല. ഹിന്ദു ധർമ്മത്തിൻ്റേത് സംസ്കൃതമല്ല, ഹിന്ദി തന്നെയാണ് ആകേണ്ടിയിരുന്നത്. പിന്നെ സംസ്കൃതം എന്തിനെടുക്കുന്നു? ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, ഇവിടെ എപ്പോൾ ഇരിക്കുന്നോ അപ്പോൾ ബാബയുടെ ഓർമ്മയിൽ തന്നെ ഇരിക്കണം. മറ്റൊരു കാര്യങ്ങളിലേക്കും നിങ്ങൾ പോവുകയോ ചെയ്യരുത്. ഇത്രയും കൊതുകുകൾ വരുന്നു, എവിടെ പോകുന്നു? എർത്ത്ക്വേക്കിൽ അനേകം പേർ പെട്ടെന്ന് മരിക്കുന്നു. ആത്മാക്കൾ എവിടെ പോകുന്നു? ഇതിൽ നിങ്ങൾക്ക് എന്താണ്? നിങ്ങൾക്ക് ബാബ ശ്രീമത്ത് നൽകിയിട്ടുണ്ട്, തൻ്റെ ഉന്നതിക്ക് വേണ്ടി പുരുഷാർത്ഥം ചെയ്യൂ, മറ്റുള്ളവരുടെ ചിന്തനത്തിൽ പോകാതിരിക്കൂ. ഇങ്ങനെ അനേകം കാര്യങ്ങളുടെ ചിന്തനമായി പോകും. നിങ്ങൾ എന്നെ ഓർമ്മിക്കൂ, ഇത്രമാത്രം. ഏതിനു വേണ്ടി വിളിച്ചുവോ ആ യുക്തിയോടെ നടക്കൂ. നിങ്ങൾക്ക് ബാബയിൽ നിന്നും സമ്പത്ത് നേടേണ്ടതുണ്ട്, മറ്റു കാര്യങ്ങളിൽ പോകേണ്ടതില്ല. അതിനാൽ ബാബ അടിക്കടി പറയുന്നു, അറ്റൻഷൻ. എവിടെയും ബുദ്ധി പോകുന്നില്ലല്ലോ. ഭഗവാന്റെ ശ്രീമത് അംഗീകരിക്കേണ്ടതാണല്ലോ. മറ്റൊരു കാര്യത്തിലും നേട്ടമില്ല. മുഖ്യമായ കാര്യം പാവനമാകുന്നതിൻ്റേതാണ്. ഇത് ഉറച്ച രീതിയിൽ ഓർമ്മ വയ്ക്കൂ. നമ്മുടെ ബാബ
ബാബയുമാണ്, ടീച്ചറുമാണ്, പ്രിസെപ്റ്ററുമാണ്. ഇത് തീർച്ചയായും ഹൃദയത്തിൽ ഓർമ്മ വയ്ക്കണം. ബാബ പിതാവുമാണ്, നമ്മളെ പഠിപ്പിക്കുന്നു, യോഗം പഠിപ്പിക്കുന്നു. ടീച്ചർ പഠിപ്പിക്കുമ്പോൾ ബുദ്ധിയുടെ യോഗം ടീച്ചറിലും പഠനത്തിലേക്കും പോകുന്നു. ഇത് തന്നെയാണ് ബാബയും പറയുന്നത്. നിങ്ങൾ ബാബയുടേതായിരിക്കുകയാണ്, കുട്ടികൾ തന്നെയാണ്. അതിനാലാണ് ഇവിടെ ഇരിക്കുന്നത്. ടീച്ചറിൽ നിന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെ കഴിഞ്ഞാലും ബാബയുടേത് തന്നെയാണ്. പിന്നെ പഠനത്തിൽ അറ്റൻഷൻ നൽകണം. ശിവബാബയെ ഓർമ്മിക്കുകയാണെങ്കിൽ വികർമ്മം വിനാശമാകും. നിങ്ങൾ സദോ പ്രധാനമായി മാറും. ഈ നോളജ് മറ്റാർക്കും നൽകാൻ സാധിക്കില്ല. മനുഷ്യരാണെങ്കിൽ ഘോര അന്ധകാരത്തിലാണല്ലോ. ജ്ഞാനത്തിൽ നോക്കൂ, എത്രമാത്രം ശക്തിയുണ്ട്. ശക്തി എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ബാബയിൽ നിന്നും ശക്തി ലഭിക്കുന്നു. അതിലൂടെ നിങ്ങൾ പാവനമാകുന്നു. പിന്നെ പഠനവും സിമ്പിളാണ്. ആ പഠനത്തിലാണെങ്കിൽ വളരെയധികം മാസങ്ങൾ എടുക്കുന്നു. ഇവിടെയാണെങ്കിൽ 7 ദിവസത്തെ കോഴ്സാണ്. അതിലൂടെ നിങ്ങൾ എല്ലാം മനസ്സിലാക്കും. പിന്നെ അതിൽ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കും. ചിലർ കൂടുതൽ ടൈം എടുക്കുന്നു, ചിലർ കുറച്ചും. ചിലരാണെങ്കിൽ 2-3 ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നു. മുഖ്യമായ കാര്യമാണ് ബാബയെ ഓർമ്മിക്കണം, പവിത്രമാകണം. വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകുന്നു. പിന്നെ പഠനമാണെങ്കിൽ മോസ്റ്റ് സിമ്പിളാണ്. സ്വദർശന ചക്രധാരിയാകണം. 1 ദിവസത്തെ കോഴ്സ് കൊണ്ടുപോലും എല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ ആത്മാവാണ്, പരിധിയില്ലാത്ത ബാബയുടെ സന്താനമാണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ വിശ്വത്തിൻ്റെ അധികാരിയായി. ഇത് ബുദ്ധിയിൽ വരുന്നുണ്ടല്ലോ. ദേവതയാകണമെങ്കിൽ ദൈവിക ഗുണവും ധാരണ ചെയ്യണം. ആർക്ക് ബുദ്ധിയിൽ വന്നുവോ അവർ പെട്ടെന്ന് എല്ലാ ശീലങ്ങളും ഉപേക്ഷിക്കും. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും സ്വയമേ ഉപേക്ഷിക്കും. തലകീഴായ ആഹാരപാനീയങ്ങൾ, മദ്യം തുടങ്ങിയവ സ്വയമേ തന്നെ ഉപേക്ഷിക്കും. പറയുന്നു, ആഹാ, നമുക്ക് ഇതാകണം. 21 ജന്മത്തേക്ക് രാജ്യഭാഗ്യം ലഭിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് പവിത്രമായി കഴിയില്ല? പറ്റിച്ചേരണം. മുഖ്യമായ കാര്യം തന്നെ ഓർമ്മയുടെ യാത്രയാണ്. പിന്നെ 84ൻ്റെ ചക്രത്തിൻ്റെ നോളജ് 1 സെക്കൻഡിൽ ലഭിക്കുന്നു. കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നു. പുതിയ വൃക്ഷം തീർച്ചയായും ചെറുതായിരിക്കും. ഇപ്പോഴാണെങ്കിൽ വൃക്ഷം എത്ര വലുതും തമോ പ്രധാനവുമായിരിക്കുന്നു. നാളെ വീണ്ടും പുതിയതും ചെറുതുമാകും. നിങ്ങൾക്കറിയാം, ഈ ജ്ഞാനം ഒരിക്കലും എവിടെ നിന്നെങ്കിലും ലഭിക്കുക സാധ്യമല്ല. ഇത് പഠനമാണ്. ആദ്യം മുഖ്യമായ ഈ ശിക്ഷണവും ലഭിക്കുന്നു. ബാബയെ ഓർമ്മിക്കൂ. ബാബ പഠിപ്പിക്കുന്നു. ഈ നിശ്ചയം വരുത്തൂ. ഭഗവാൻ ഉവാച, ഞാൻ നിങ്ങളെ രാജയോഗം പഠിപ്പിക്കുന്നു. മറ്റൊരു മനുഷ്യനും ഇങ്ങനെ പറയുവാൻ സാധിക്കില്ല. ടീച്ചർ പഠിപ്പിക്കുന്നു. അപ്പോൾ തീർച്ചയായും ടീച്ചറിനെ ഓർമ്മിക്കുമല്ലോ. പരിധിയില്ലാത്ത പിതാവുമാണ്. പിതാവ് നമ്മളെ സ്വർഗത്തിൻ്റെ അധികാരിയാക്കുന്നു. എന്നാൽ ആത്മാവ് എങ്ങനെയാണ് പവിത്രമാകുന്നത്? ഇത് ആർക്കും പറയാൻ സാധിക്കില്ല. സ്വയം ഭഗവാനാണ് എന്ന് പറയുകയോ മറ്റെന്തെങ്കിലും പറയുകയോ ചെയ്താൽ പോലും പാവനമാക്കി മാറ്റുവാൻ സാധിക്കില്ല. ഇക്കാലത്ത് ഭഗവാന്മാർ ധാരാളമായി കഴിഞ്ഞു. മനുഷ്യർ കുഴങ്ങിക്കിടക്കുകയാണ്. പറയുന്നു, അനേകം ധർമ്മങ്ങൾ വരുന്നു. റൈറ്റ് ഏതാണെന്ന് എന്തറിയാം? നിങ്ങളുടെ എക്സിബിഷൻ്റെയും മ്യൂസിയത്തിൻ്റെയും മറ്റും ഉദ്ഘാടനം ചെയ്യുന്നു. പക്ഷേ ഒന്നും മനസ്സിലാക്കുന്നില്ല. വാസ്തവത്തിൽ ഉദ്ഘാടനം നടന്നു കഴിഞ്ഞു. ആദ്യം ഫൗണ്ടേഷൻ ഇടുന്നു. പിന്നെ എപ്പോഴാണോ കെട്ടിടം ഉണ്ടാക്കി തയ്യാറാകുന്നത് അപ്പോൾ ഉദ്ഘാടനം നടക്കുന്നു. ഫൗണ്ടേഷൻ ഇടുന്നതിന് വേണ്ടിയും വിളിക്കപ്പെടുന്നു. ഇതും ബാബ സ്ഥാപിച്ചിരിക്കുകയാണ്. പിന്നെ പുതിയ ലോകത്തിൻ്റെ ഉദ്ഘാടനം നടക്കുക തന്നെ വേണം. അതിൽ ആരെങ്കിലും ഉദ്ഘാടനം ചെയ്യേണ്ട ആവശ്യമേയില്ല. ഉദ്ഘാടനം സ്വതവേ തന്നെ നടക്കും. ഇവിടെ പഠിച്ച ശേഷം
നമ്മൾ പുതിയ ലോകത്തിലേക്ക് പോകും. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ സ്ഥാപന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി തന്നെയാണ് പ്രയത്നിക്കേണ്ടി വരുന്നത്. വിനാശമുണ്ടാകും, പിന്നെ ഈ ലോകം തന്നെ മാറും. പിന്നെ നിങ്ങൾ പുതിയ ലോകത്തിൽ രാജ്യം ഭരിക്കുവാൻ വരും. സത്യയുഗത്തിൻ്റെ സ്ഥാപന ബാബു ചെയ്തു. പിന്നെ നിങ്ങൾ വരും. അപ്പോൾ സ്വർഗത്തിൻ്റെ രാജധാനി ലഭിക്കും. പിന്നെ ഓപ്പണിംഗ് സെറമണി ആര് നടത്തും? ബാബയാണെങ്കിൽ സ്വർഗത്തിൽ വരുന്നില്ല. മുന്നോട്ട് പോകവേ നോക്കണം സ്വർഗത്തിൽ എന്താണ് നടക്കുന്നത്, അവസാനം എന്താണ് നടക്കുന്നത്. മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കും. കുട്ടികളായി നിങ്ങൾ അറിയുന്നുണ്ട്, പവിത്രതയില്ലാതെ വിത്ത് ഓണർ ബഹുമതികളോടെ നമുക്ക് സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ഇത്രയും പദവിയും നേടാൻ സാധിക്കില്ല. അതിനാൽ ബാബ പറയുന്നു, നല്ലവണ്ണം പുരുഷാർത്ഥം ചെയ്യൂ, തൊഴിലും മറ്റും ചെയ്തുകൊള്ളൂ. എന്നാൽ അധികം പൈസ കൊണ്ട് എന്ത് ചെയ്യുവാനാണ്? ഭക്ഷിക്കാൻ സാധിക്കില്ല. നിങ്ങളുടെ പുത്ര പൗത്രരും മറ്റും ഭക്ഷിക്കുകയില്ല, അനുഭവിക്കുകയില്ല എന്നർത്ഥം. എല്ലാം മണ്ണിനോട് ചേരും. അതിനാൽ യുക്തിയോടെ അല്പം സ്റ്റോക്ക് വച്ചേക്കൂ. ബാക്കിയെല്ലാം അവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യൂ. എല്ലാവർക്കും ട്രാൻസ്ഫർ ചെയ്യുവാൻ സാധിക്കുന്നില്ല. ദരിദ്രർ വേഗം ട്രാൻസ്ഫർ ചെയ്യുന്നു. ഭക്തിമാർഗത്തിലും ട്രാൻസ്ഫർ ചെയ്യുന്നു അടുത്ത ജന്മത്തേക്ക് വേണ്ടി. എന്നാൽ അത് ഇൻഡയറക്റ്റ് ആണ്, ഇത് ഡയറക്റ്റ് ആണ്. പതീത മനുഷ്യരുടെ കൊടുക്കൽ വാങ്ങൽ പതീതരുമായി തന്നെയാണ്. ഇപ്പോഴാണെങ്കിൽ ബാബ വന്നിരിക്കുകയാണ്. നിങ്ങളുടേത് പതീതരുമായുള്ള കൊടുക്കൽ വാങ്ങലല്ല. നിങ്ങൾ ബ്രാഹ്മണരാണ്. ബ്രാഹ്മണരെ തന്നെയാണ് നിങ്ങൾ സഹായിക്കേണ്ടത്. ആരാണോ സ്വയം സർവീസ് ചെയ്യുന്നത് അവർക്ക് സഹായത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ ദരിദ്രർ, ധനികർ തുടങ്ങി എല്ലാവരും വരുന്നു. പിന്നെ കോടിപതി വരുന്നത് പ്രയാസമാണ്. ബാബ പറയുന്നു, ഞാൻ ദരിദ്രരുടെ നാഥനാണ്. ഭാരതം വളരെ ദരിദ്ര ഖണ്ഡമാണ്. ബാബ പറയുന്നു, ഞാൻ വരുന്നതും ഭാരതത്തിലാണ്. അതിലും ഈ ആബു ഏറ്റവും വലിയ തീർത്ഥസ്ഥാനമാണ്. അവിടെ ബാബ വന്ന് മുഴുവൻ വിശ്വത്തിൻ്റെയും സദ്ഗതി ചെയ്യുന്നു. ഇത് നരകമാണ്. നരകത്തിൽ നിന്നും വീണ്ടും സ്വർഗം എങ്ങനെയാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ബുദ്ധിയിൽ മുഴുവൻ നോളജുമുണ്ട്. ബാബ പാവനമാകുന്നതിൻ്റെ ഇങ്ങനെയുള്ള യുക്തി പറഞ്ഞു തരുന്നു. അതിലൂടെ സർവരുടെയും മംഗളം ചെയ്യുന്നു. സത്യയുഗത്തിൽ ഏതെങ്കിലും അമംഗളത്തിൻ്റെ കാര്യമോ കരച്ചിലോ നിലവിളിയോ ഒന്നും ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ബാബയുടെ മഹിമയാണ് ജ്ഞാനത്തിൻ്റെ സാഗരം, സുഖത്തിൻ്റെ സാഗരം. ഇപ്പോൾ എന്താണോ ബാബയുടേത് അത് നിങ്ങളുടെയും മഹിമയാണ്. നിങ്ങളും ആനന്ദത്തിൻ്റെ സാഗരമാകുന്നു. വളരെ പേർക്ക് സുഖം നൽകുന്നു. പിന്നെ എപ്പോഴാണോ നിങ്ങളുടെ ആത്മാവ് സംസ്കാരം എടുത്തുകൊണ്ട് പുതിയ ലോകത്തിലേക്ക് പോകുന്നത് അപ്പോൾ അവിടെ നിങ്ങളുടെ മഹിമ മാറും. പിന്നെ നിങ്ങളെ സർവഗുണസമ്പന്നം എന്ന് പറയും. ഇപ്പോൾ നിങ്ങൾ ഹെല്ലിൽ ഇരിക്കുകയാണ്. ഇതിനെ പറയുന്നത് മുള്ളുകളുടെ കാട് എന്നാണ്. ബാബയെ തന്നെയാണ് പൂന്തോട്ടക്കാരൻ, തോണിക്കാരൻ എന്ന് പറയുന്നത്. നമ്മുടെ തോണിയെ അക്കരെ എത്തിക്കോ എന്ന് പാടുകയും ചെയ്യുന്നു. കാരണം ദുഃഖിതരാണ്. അപ്പോൾ ആത്മാവ് വിളിക്കുന്നു. മഹിമ പാടുന്നുണ്ടെങ്കിലും ഒന്നും മനസ്സിലാക്കുന്നില്ല. എന്ത് വന്നുവോ അത് പറയുന്നു. ഉയർന്നതിലും ഉയർന്ന ഭഗവാന്റെ നിന്ദ ചെയ്തുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പറയും, നമ്മൾ ആസ്തികരാണ്. സർവരുടെയും സദ്ഗതി ദാതാവ് ബാബയാണ്. ആ ഒന്നിനെ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞു. ബാബ സ്വയം പരിചയം നൽകി. നിങ്ങൾ ഭക്തി ചെയ്യുന്നില്ല. അപ്പോൾ എത്ര ശല്യം ചെയ്യുന്നു. അവരുടേത് മെജോറിറ്റിയാണ്, നിങ്ങളുടേത് മൈനോറിറ്റിയാണ്. എപ്പോഴാണോ നിങ്ങളുടേത് മെജോറിറ്റി ആകുന്നത് അപ്പോൾ അവർക്കും ആകർഷണം ഉണ്ടാകും. ബുദ്ധിയുടെ പൂട്ട് തുറക്കും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ
സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ഭാഗ്യത്തിൽ അതാണ് ഉണ്ടായിരുന്നത്. ധാരണയ്ക്കുള്ള മുഖ്യസാരം: തൻ്റെ ഉന്നതിയെക്കുറിച്ച് തന്നെ ചിന്തിക്കണം. മറ്റൊരു കാര്യത്തിലേക്കും പോകരുത്. പഠനത്തിലും ഓർമ്മയിലും പൂർണ്ണ അറ്റൻഷൻ നൽകണം. ബുദ്ധി അലയിക്കരുത്. ഇപ്പോൾ ബാബ ഡയറക്റ്റായി വന്നിരിക്കുകയാണ്. അതിനാൽ തൻ്റെ സർവ്വതും യുക്തിയോടെ ട്രാൻസ്ഫർ ചെയ്യണം. പതീത ആത്മാക്കളുമായി കൊടുക്കൽ വാങ്ങൽ നടത്തരുത്. വിത്ത് ഓണർ സ്വർഗത്തിൽ പോകുന്നതിനു വേണ്ടി തീർച്ചയായും പവിത്രമാകണം. വരദാനം: മനസ്സിനെയും ബുദ്ധിയെയും വ്യർത്ഥത്തിൽ നിന്നും മുക്തമാക്കി വച്ച് ബ്രാഹ്മണ സംസ്കാരം ഉണ്ടാക്കുന്ന റൂളർ ആയി ഭവിക്കട്ടെ. ഏതൊരു ചെറിയ വ്യർത്ഥ കാര്യത്തിൻ്റെയോ വ്യർത്ഥ അന്തരീക്ഷത്തിൻ്റെയോ വ്യർത്ഥ ദൃശ്യത്തിൻ്റെയോ പ്രഭാവം ആദ്യം മനസ്സിലാണ് ഉണ്ടാകുന്നത്. പിന്നെ ബുദ്ധി അതിന് സഹയോഗം നൽകുന്നു. മനസ്സും ബുദ്ധിയും അഥവാ അതനുസരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ സംസ്കാരമായി മാറുന്നു. പിന്നെ ഭിന്ന ഭിന്ന സംസ്കാരം കാണപ്പെടുന്നു. അത് ബ്രാഹ്മണ സംസ്കാരമല്ല. ഏതെങ്കിലും വ്യർത്ഥ സംസ്കാരത്തിന് വശപ്പെടുന്നത്, സ്വയം തന്നോട് തന്നെ യുദ്ധം ചെയ്യുന്നത്, അടിക്കടി സന്തോഷം അപ്രത്യക്ഷമാകുന്നത്, ഇത് ക്ഷത്രിയത്വത്തിൻ്റെ സംസ്കാരമാണ്. ബ്രാഹ്മണൻ, അതായത് റൂളർ, വ്യർത്ഥ സംസ്കാരങ്ങളിൽ നിന്നും മുക്തമാകും, പരവശമല്ല. സ്ലോഗൻ: ആരാണോ ദൃഢപ്രതിജ്ഞയോടെ സർവ സമസ്യകളെയും സഹജമായി തന്നെ മറികടക്കുന്നത്, അവരാണ് മാസ്റ്റർ സർവശക്തിവാൻ. ഓം ശാന്തി. ഓം ശാന്തി. ആത്മസ്മൃതിയുടെ തിലകമണിഞ്ഞ് ഞാൻ ഒരു നിമിഷത്തിൽ ബ്രഹ്മലോകത്തിൽ പരമാത്മാവിൻ്റെ സമീപം എത്തിച്ചേരുന്നു. ശിവപരമാത്മാവിൻ്റെ തേജസ്വി കിരണങ്ങൾ ആത്മാവിൽ സ്പർശിക്കുന്നു. മധുരമായ ബാബ, എൻ്റെ മനസ്സും ബുദ്ധിയും ഞാൻ അങ്ങയിൽ സമർപ്പിക്കുകയാണ്. അങ്ങയുടെ സന്താനമായ ഞാൻ ഈ സമർപ്പണ ഭാവത്തോടെ അധികാരി സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ സർവ ഈശ്വരീയ ഖജനാവുകളും എൻ്റെ ജന്മാവകാശമായി എനിക്ക് അനുഭവപ്പെടുന്നു. വരദാതാവായ ബാബ, അങ്ങ് നൽകുന്ന വരദാനങ്ങൾ എന്നെ സമ്പൂർണതയുടെ പുരുഷാർത്ഥത്തിൻ്റെ മാർഗത്തിൽ സഹജമായി മുന്നോട്ട് നയിക്കുന്നു. എൻ്റെ സുഹൃത്തായ ബാബ,
അങ്ങ് എനിക്ക് നൽകുന്ന കൂട്ട്, ആത്മീയ സുരക്ഷയുടെ ഛത്രഛായയ്ക്കുള്ളിൽ ജീവിക്കുന്ന അനുഭവം എന്നിൽ വരുത്തുന്നു. എൻ്റെ മാതാവും പിതാവുമായ ശിവപരമാത്മാ, അങ്ങയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഇരിക്കുമ്പോൾ എനിക്ക് അലൗകിക സന്തോഷത്തിൻ്റെയും അതീന്ദ്രിയ സുഖത്തിൻ്റെയും ഊഞ്ഞാലിലാടുന്ന അനുഭവമുണ്ടാകുന്നു. ബിന്ദുരൂപമായ ബാബയിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ എനിക്ക് പ്രാപ്തമാകുന്നു. ഞാൻ ശക്തിശാലി ബിന്ദുരൂപസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ശക്തിശാലി സ്ഥിതിയിൽ എൻ്റെ അനേകം ജന്മങ്ങളിലെ പാപങ്ങൾ ഭസ്മമാകുന്നു. ആത്മാവിൽ പവിത്രതയുടെ പ്രകാശം നിറയുന്നു. വിശ്വമംഗളകാരിയായ ബാബയോടൊപ്പം ഞാൻ കമ്പൈൻഡ് രൂപത്തിലിരുന്ന് എൻ്റെ സങ്കല്പത്തിലൂടെയും വൃത്തിയിലൂടെയും സുഖത്തിൻ്റെയും ശാന്തിയുടെയും ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും ആത്മീയ സുഗന്ധം വിശ്വമാകെ വ്യാപിപ്പിക്കുകയാണ്.